ഹലോ, ഹായ് അഭിഷേക്. ഞാൻ നല്ല പേരൻസായി സംസാരിച്ചിരുന്നു കേട്ടോ. നല്ല ഡിസിഷൻ തന്നെയാണോ ഓവർസീസ്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറയുന്ന 5 പോയിന്റ് നീ മനസ്സിൽ വെച്ചോ. ഫസ്റ്റ് പോയിന്റാണ് പേർപ്പസ്. പലരും പറയാറില്ലേ, എൻ്റെ ഫ്രണ്ട്സ് പോകുന്നു, ഞാൻ പോകുന്നു. റോങ് ആട്ടോ, റോങ് സ്റ്റേറ്റ്മെൻറ്റ്. നിൻ്റെ പേർപ്പസ് എന്താ? പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ സാലറി ഏൺ ചെയ്യണം, പാർട്ട്ണറായിട്ട് മൈഗ്രേറ്റ് ചെയ്യണം, സെറ്റിൽമെൻറ്റ് ചെയ്യണം. എന്താണ് നിൻ്റെ പേർപ്പസ്, അത് നീ അറിയണം. രണ്ടാമത്തെ കാര്യം, നിൻ്റെ ഇൻട്രസ്റ്റും നീ എടുക്കാൻ പോകുന്ന കോഴ്സും. നിനക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, ഇൻട്രസ്റ്റ് ആയ സബ്ജക്റ്റ് നീ എടുക്കണം. അതിൻ്റെ ഫ്യൂച്ചർ നീ മനസ്സിലാക്കണം. അതായത് പുതിയ കാര്യങ്ങൾ പറയുന്നത് 80% ജോബും ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവില്ല എന്നാണ്. സോ നീ എടുക്കാൻ പോകുന്ന കോഴ്സിൻ്റെ ഫ്യൂച്ചർ നീ റിസർച്ച് ചെയ്യണം. എക്സാക്ട്ലി. മൂന്നാമത്തെ കാര്യം, കൺട്രിയും ആ കൺട്രിയിലുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. എത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് 12 ലക്ഷം അല്ലേ. അതിന് പറ്റിയതും നിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ചുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. ബെസ്റ്റ് കൺട്രി, ഞാൻ പറയുന്നത് സേഫായ കൺട്രിയാണ് ഏറ്റവും ബെസ്റ്റ്. യെസ്, എക്സാക്ട്ലി. നാലാമത്തെ കാര്യം, പലരും പറയാറുണ്ട് അവിടെ പാർട്ട് ടൈം ചെയ്തിട്ടൊക്കെ അവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നു. സപ്പോസ് നിനക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അപ്പോൾ നിനക്ക് എക്സാക്റ്റ് എക്സ്പെൻസിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് വേണം. ലാസ്റ്റ് കാര്യം ഓർത്തോ, നീ ഏത് കോഴ്സ് എടുത്താലും അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നീ അറിയണം. 3 കൊല്ലത്തെ കോഴ്സ് കഴിയുമ്പോൾ ആ ഔട്ട്കം എന്താണ്, അവിടെ ജോബ് ഉണ്ടാവുമോ, എക്സാക്റ്റ് അതിൻ്റെ പിക്ചർ വേണം. ഈ 5 കാര്യങ്ങൾ നീ മനസ്സിൽ വെച്ചോ, മറക്കണ്ട. ഓക്കെ, താങ്ക് യു.